Good morning, all. Morning. Yes, good morning. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയോ? സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടി. എല്ലാവരുടെയും പോർഷൻസ് ഒക്കെ ഏതാണ്ട് കവർ ചെയ്ത് കഴിയാറായി. ഓക്കെ, വായിച്ചു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ? കുറച്ച് തിയറീസുകളാണ് നമ്മൾ എടുത്തു പോയത്. കുറെ തിയറീസുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ എംപ്ലോയീസിന്റെ ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ, കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ഇനി നോക്കാനുള്ളത് ജാപ്പനീസ് അപ്രോച്ച് ടു മോട്ടിവേഷൻ. എന്താണ് ജാപ്പനീസ് അപ്രോച്ച് ടു മോട്ടിവേഷനിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഓരോരോ തിയറികളാണ് അല്ലെ? ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ചിട്ട് എഫക്റ്റീവ് ആയിട്ട് ഹ്യൂമനെ എങ്ങനെ കൈകാര്യം ചെയ്യുക. ഹോസ്പിറ്റലാവുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഹ്യൂമന്റെ റിസോഴ്സസ് ആണ് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഏത് രീതി വേണമെങ്കിലും അപ്ലൈ ചെയ്യും അല്ലെ? അപ്പൊ ഇവിടെ ജാപ്പനീസ് അപ്രോച്ച് അനുസരിച്ചിട്ട് എന്ത് കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത്? ദ ജാപ്പനീസ് മെത്തേഡ് ഓഫ് മോട്ടിവേഷൻ ഹാസ് gained increasing popularity around the world wide over the last few years. അതായത് കുറെ കാലഘട്ടങ്ങളായിട്ട് നല്ല പോപ്പുലാരിറ്റി, നല്ല രീതിയിൽ തന്നെ എല്ലാവരിലും അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ജാപ്പനീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് മോട്ടിവേറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക, നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അപ്രോച്ചാണ് ജാപ്പനീസ് അപ്രോച്ചിൽ വരുന്നത്. This approach is not really a theory or model, but instead of a philosophy of management. അതായത് ജസ്റ്റ് ഇതൊരു തിയറി ആയിട്ടല്ല പറയുന്നത്. തിയറിനെ മാത്രം നമുക്ക് വിമർശിക്കാനായിട്ട് സാധിക്കില്ല. ഒരു തത്വചിന്തയായിട്ടാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അതായത് നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെ? ആ ഒരു തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഈ ഒരു ജാപ്പനീസ് അപ്രോച്ച് ഉടലെടുത്ത് വന്നിരിക്കുന്നത്. The basic tentative Japanese approach is that managers and workers should work together as a partners. ഈ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വർക്കേഴ്സ് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസും മാനേജേഴ്സ് ഒക്കെ പാർട്ട്നേഴ്സ് ആയിട്ടെന്നുള്ള രീതിയിലാണ് വർക്ക് കൈകാര്യം ചെയ്തു പോകുന്നത്. അവിടെ സ്ഥാപനത്തില് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്താണ് മാനേജേഴ്സ് അല്ലെ, ഒരു നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള പേഴ്സൺ ആയിട്ടല്ല, അവിടെ വർക്കേഴ്സിനെ പോലെ തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്തിട്ട് ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരു രീതിയിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ജാപ്പനീസ് അപ്രോച്ചിന്റെ കാര്യം എന്താണ്? ക്ലിയർ അല്ലേ? യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ ജാപ്പനീസ് അപ്രോച്ചിന്റെ രീതി? ഓക്കെ, അതായത് പാർട്ട്നേഴ്സ് അല്ലെ, അവിടെ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്? മാനേജേഴ്സും, ഏതൊരു സ്ഥാപനത്തിന്റെ മാനേജേഴ്സും അതേപോലെ തന്നെ അവിടെയുള്ള മാനേജേഴ്സും വർക്കേഴ്സ് അല്ലെ, അവിടെയുള്ള സ്റ്റാഫ്, എംപ്ലോയീസ്, വർക്കേഴ്സ്, ആര് വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ നമ്മൾക്കാണ് ചെയ്യാം. ഓക്കെ, പേജ് നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എടുത്ത് പറയുന്ന കാര്യം എന്താണ്? പാർട്ട്നേഴ്സ് ആയിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ജാപ്പനീസ് അപ്രോച്ചിൽ കൈകാര്യം ചെയ്തു പോകുന്നത്. Since both of them see themselves as the one group, all members are committed and motivated to work the best interest of the organization. ഓക്കെ, അവിടെ വൺ ഗ്രൂപ്പ് ആയിട്ടാണ് ഇവർ കൈകാര്യം ചെയ്തത് അല്ലെ? ഒരൊറ്റ ഗ്രൂപ്പ് ആയിട്ടാണ് ഒന്നിച്ചു നിന്നിട്ടാണ് മൂവ് ചെയ്തത്.
അതായത് മേലുദ്യോഗസ്ഥർക്ക് അവരുടെ ഒരു ഡിഗ്നിറ്റി കൊടുത്തുകൊണ്ട് താഴെ സബോർഡിനേറ്റ്സിനൊക്കെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് തള്ളുകയല്ല ചെയ്യുന്നത്. അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് വൺ ഗ്രൂപ്പായിട്ട് നിന്ന് അല്ലെ, ഓൾ മെമ്പേഴ്സ് ആണ് കമ്മിറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ്. എല്ലാവർക്കും നമുക്കറിയാം ഒരു പ്രതിജ്ഞാബദ്ധതയുണ്ട്, ആ സ്ഥാപനത്തിനോട് ഒരു കൂറുണ്ട്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു രീതിയിലേക്കാണ് വർക്കിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. നോ വൺ ഈസ് കോൾഡ് ആൻ എംപ്ലോയി, instead everyone is a team member, team leader or a coach, and everyone owns the share of the company. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഒരു ലീഡർ എന്നോ ഒരു കോച്ചെന്നോ ഒന്നോ ഒരു വിമർശനാത്മകമായ രീതിയിലുള്ള മാറ്റി നിർത്തലൊന്നും ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പറയാണ് ഓൺസ് ദ ഷെയർ ഓഫ് ദ കമ്പനി അല്ലെ, അവിടെ പറയാണ് കോച്ച് ആൻഡ് എവരിവൺ ഓൺസ് ഷെയർ ഓഫ് ദ കമ്പനി. കമ്പനിയിലുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം അവരെല്ലാവരും ഷെയർ ചെയ്തിട്ട് പരിഹരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ലീഡർഷിപ്പിലോ ഒരു പ്രാധാന്യം എന്താ പറയുക, നമ്മുടെ മാനേജറിനൊക്കെ ഒരു ലീഡർഷിപ്പ് പദവി കൊടുത്തുകൊണ്ട് അങ്ങനെ റെസ്പെക്ട് ചെയ്തു പോവുകയല്ല. മാനേജേഴ്സും വർക്കേഴ്സും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Like the goal setting theory, the Japanese approach is likely to become more common in business throughout the world. Okay, goal setting theory നമ്മൾ കണ്ടുപോയിരുന്നു. goal setting theory ഓർക്കുന്നുണ്ടോ? goal setting theory നമുക്കറിയാം ഗോള് അല്ലെ, ലക്ഷ്യങ്ങള് തീരുമാനിക്കുമ്പോൾ ആരെ കൂടി പങ്കാളികളാക്കുന്നുണ്ട്? എങ്ങനെ ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ആരെ കൂടി പങ്കാളികളാക്കുന്നുണ്ട്? മാനേജർ മാത്രമാണോ ഡിസിഷൻ എടുക്കുന്നത്? അല്ല, എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലെ ഗോൾ സെറ്റിംഗ് തിയറിയിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ ആ എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഗോൾ സെറ്റിംഗ് തിയറിയിൽ അവര് പ്രതിജ്ഞാബദ്ധരാണ് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. ആ ടൈമില് മീറ്റിംഗ് ഒക്കെ കൂടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും അവർ ഷെയർ ചെയ്യും. സോ അതെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയാണ് ജാപ്പനീസ് തിയറിയും ഏതാണ്ട് അതുപോലെയാണ്. ഇവിടെ തീരുമാനം എടുക്കുമ്പോൾ മാത്രമല്ല എന്താണ് എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവിടെ ഒരു പദവി അംഗീകാരം എന്നുള്ള രീതിയിലൊന്നും മാറ്റി ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. എല്ലാ മെമ്പേഴ്സും അല്ലെ വർക്ക് ടുഗദർ, എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീരുമാനങ്ങൾ എടുക്കലായിക്കോട്ടെ, വർക്ക് ചെയ്യലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷ്യം എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ, ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ജാപ്പനീസ് അപ്രോച്ച് ഓർത്ത് വെക്കുക. ജാപ്പനീസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവര് അല്ലെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പാർട്ട്നേഴ്സ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കേസ് ചോദ്യങ്ങളിൽ നോൺ ലീഡർഷിപ്പ് അല്ലെ അങ്ങനെ ഒരു സെപ്പറേഷൻ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ അത് ഏത് തിയറിയാണ് അവകാശപ്പെടുന്നത്? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക ജാപ്പനീസ് തിയറിയിലാണ്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇന്റഗ്രേഷൻ ഓഫ് മോട്ടിവേഷൻ തിയറീസ്. ഓക്കെ, വ്യത്യസ്ത തിയറികളൊക്കെ നമ്മൾ കണ്ടു അല്ലെ, ഇന്റഗ്രേഷൻ. അപ്പൊ ഈ തിയറികളുടെ ഒക്കെ കൂട്ടിച്ചേരലാണ് അവിടെ ഒന്നിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇന്റഗ്രേഷൻ ഓഫ് മോട്ടിവേഷൻ തിയറീസ് പറഞ്ഞ പ്രചോദനം അല്ലെ, എംപ്ലോയീസിനെ പ്രചോദിപ്പിക്കുന്ന പല തിയറീസുകളൊക്കെ നമ്മൾ കണ്ടു. സോ അതിന്റെ ഇന്റഗ്രേഷനും വെച്ച് നോക്കുകയാണെങ്കിൽ മോർ തിയറീസ് ആണ് കോംപ്ലക്സിറ്റി ടു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ചിലതിലൊക്കെ സങ്കീർണമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെ. കുറെ തിയറികൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി, കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി, ലേണിംഗ് തിയറി, അങ്ങനെ പലതരത്തിലുള്ള തിയറീസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി അല്ലെ. അപ്പൊ അതില് ചിലതിലൊക്കെ സങ്കീർണതകൾ, ചില അല്ലെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സം ഓഫ് ദീസ് തിയറീസ് ആർ കമ്പാരിറ്റബിൾ ആൻഡ് സം ആർ നോട്ട്. ഓക്കെ, ചിലതൊക്കെ നമ്മൾ പരസ്പരം കമ്പാരിറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ചിലത് നമുക്കറിയാം വിമർശനാത്മകമായ രീതിയിലൊക്കെ ഉള്ളതായിരിക്കാം. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷന്, നമ്മുടെ സ്ഥാപനം ഏതാണോ, ബിസിനസ് ഏതാണോ, ആ ബിസിനസിനോട് ചേർന്ന് ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ ഹോസ്പിറ്റലിലെ എംപ്ലോയീസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത് ഏത് രീതിയിൽ നമുക്കറിയാം ക്രിട്ടിക്കൽ സ്റ്റേജുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പേഴ്സൺസ് അല്ലെ, അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ചില തിയറിക്ക് അവിടെ പ്രാധാന്യം വരുന്നുണ്ട്. സോ അതേപോലെ തന്നെ ഒരു ടാർജറ്റ് കട്ടിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്ന് തീരുമാനം എടുക്കേണ്ടതാണ്.
സോ അവിടെ ഗോൾ സെറ്റിംഗ് തിയറീസിനൊക്കെ പ്രാധാന്യം വരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും എന്താണോ സൂട്ടബിൾ ആ സൂട്ടബിൾ അനുസരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. The real challenge facing researchers is to integrate all or at least some of these together so that their interrelationships are established. So തീർച്ചയായിട്ടും നമുക്കറിയാം മിക്ക ഓർഗനൈസേഷനിലും അല്ലെ ചില തിയറീസുകളൊക്കെ അഡോപ്റ്റ് ചെയ്യും, ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് അല്ലെ നമ്മള് അവിടെയുള്ള എംപ്ലോയീസിനെ ഏത് രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് അവിടെ നിന്ന് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും ആ രീതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള തിയറികൾ അല്ലെ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്രാവർത്തികമാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ദിസ് വിൽ ഓൾസോ ഇംപ്രൂവ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനെ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എഫിഷ്യന്റ് ആക്കി എടുക്കാനായിട്ട് അല്ലെ അതാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ എന്ന് പറയുന്ന ആ റിസോഴ്സസ് അതൊരു അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ നമുക്ക് അല്ലെ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. This will also improve the understanding of motivation. Certain attempts are made in the USA and elsewhere. However, it has not standardized or obtained wide approval or acceptance. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെ. വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകണം, അത് പ്രധാനപ്പെട്ട ഘടകമല്ലേ അല്ലേ. വർക്ക് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവണം അല്ലെ, എന്നും ഓഫീസിൽ വരാനായിട്ടൊരു താല്പര്യം ഉണ്ടാവണം, ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ഇൻ കേസ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ അവരെ അത് കാണുന്നുണ്ട് അല്ലെ, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമാണ് അവര് നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. സോ പ്രേരകം അല്ലെ, അവിടെ മോട്ടിവേഷൻ ഉണ്ടാകണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. വൈഡ് ആയിട്ട് നമുക്കറിയാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഏതൊരു എംപ്ലോയിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അപ്രീസിയേഷൻ കിട്ടുക. അതല്ല എങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ലഭ്യമാക്കുക. തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസിനും എന്തെങ്കിലും ഒരു പ്രേരക ഘടകങ്ങൾ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ എൻഹാൻസിങ് മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷൻ. ഇങ്ങനെ പലതരത്തിലുള്ള മോട്ടിവേഷൻസ് ആർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, ഏതൊരു സ്ഥാപനത്തിനും കൊടുക്കാനായിട്ട് സാധിക്കും. എംപ്ലോയീസിന് മോട്ടിവേഷൻസ് കൊടുക്കാൻ പറ്റില്ലേ, നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും മോട്ടിവേഷനൊക്കെ, ഏതൊക്കെ രീതിയിൽ മോട്ടിവേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും? റിവാർഡ് കൊടുത്ത് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. ഉണ്ടോ? ഓക്കെ, ഇൻസെന്റീവ്സ് കൊടുത്ത് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. വേണ്ടോ? അപ്രീസിയേഷൻ. ഓക്കെ, പുകഴ്ത്തിയാൽ തീർച്ചയായിട്ടും അവരെ വിലയിരുത്തുമ്പോൾ അപ്രീസിയേഷൻ നടത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ പെർഫോമൻസ് അല്ലെ അവരെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അപ്രീസിയേഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും. നമുക്ക് ഇന്നെ ടാർഗറ്റിനോടൊപ്പം തന്നെ ഓക്കെ പ്രൊമോഷൻ കൊടുത്താൽ ഓക്കെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഇത് നിങ്ങൾ ഇത്ര ടൈമിനുള്ളിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ബെനിഫിഷ്യൽ പാക്കേജുകൾ കിട്ടും അല്ലെ. നമ്മൾ പറഞ്ഞു അവാർഡ്സും കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. ഓക്കെ, ഇത് നേടിയ ഇത്ര ടൈമിനുള്ളിൽ നമ്മളെ ടാർഗറ്റ് സെറ്റ് ചെയ്ത ഇന്ന പാക്കേജുകൾ നമുക്ക് നേടിയെടുക്കാം. ഒരു മോട്ടിവേഷൻ അല്ലേ. വ്യത്യസ്ത രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിനും മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എംപ്ലോയീസ് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ നമുക്ക് താഴേക്ക് നോക്കാം. എൻഹാൻസിങ് മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാനേജേഴ്സ് ട്രൈ ടു എൻഹാൻസ് ദ മോട്ടിവേഷൻ ഓഫ് their employees can of course draw on any of the theories described above. Okay, തീർച്ചയായും നമുക്കറിയാം എല്ലാ തിയറീസിലും എംപ്ലോയീസിനെ ബെനിഫിഷ്യൽ ആക്കി മാറ്റണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മോട്ടിവേഷൻ അവിടെ വേണം അല്ലെ. അവർക്ക് പ്രേരക ഘടകമായി എന്തെങ്കിലും കാര്യം അവിടെ വേണമെന്നുള്ളത് മസ്റ്റായ കാര്യമാണ്.
They may practice adopt specific interventions derived from one or more theories, or they may influence the motivation through the organization's reward systems. നമ്മൾ പറഞ്ഞ മാത്രം തന്നെ റിവാർഡ് സിസ്റ്റം ഒക്കെ കൊടുത്ത് അല്ലെ ഏത് രീതിയിലാണെങ്കിലും മോട്ടിവേഷൻസ് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മെയിൻലി നമുക്കറിയാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് റിവാർഡ്സ് കൊടുത്താൽ അവർ കുറച്ചും കൂടി കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർഗനൈസേഷൻ ക്യാൻ ബൂസ്റ്റ് മോട്ടിവേഷൻ ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്സ്. ഓർഗനൈസേഷനിൽ പല രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുണ്ട്. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്താൽ നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടുകൾ ആ സ്ഥാപനത്തിന് ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഓരോ പോയിന്റ് വൈ ആയിട്ട് നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. Humanize the work environment. എന്താണ് humanize the work environment എന്ന് പറയുന്നത്? Respect the need to treat each employee as an individual. നമ്മൾ അവിടെയുള്ള എംപ്ലോയീസിനെ റെസ്പെക്ട് ചെയ്യാം. നമുക്കറിയാം ഒരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ ജസ്റ്റ് കുറെ തീരുമാനങ്ങളൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുത്ത് പോളിസികൾ നയങ്ങൾ കുറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കുറെ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് മാത്രം അവിടെ സ്ഥാപനം വിജയിച്ചു പോരില്ല അല്ലെ. ഏത് ഓർഗനൈസേഷൻ ഒരുപാട് മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന്റെ ഒരു കൺട്രോളിംഗ് പവർ അവിടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ കയ്യിലായിരിക്കും. ഇപ്പൊ തീർച്ചയായിട്ടും ഹ്യൂമൻ എഫേർട്ട് പ്രധാനപ്പെട്ടതാണ്. സോ അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിക്കണം. ഓരോ എംപ്ലോയീസിന്റെയും ആവശ്യങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരുടെ ആഗ്രഹങ്ങള് അവരുടെ ആവശ്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യണമെന്നാണ്. അതായത് തൊഴിൽ സ്ഥാപനം തൊഴിലാളികൾ നല്ല വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുക്കണം. വേണ്ടി വരില്ലേ? അവര് പറയാണ് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ ഇപ്പൊ ഈ ചൂടുള്ള സമയത്ത് എനിക്കൊരു ഫാന്റെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് റിക്വസ്റ്റ് ചോദിച്ചാൽ തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാലാണ് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അത് അതേ ടൈമിൽ നമുക്കറിയാം എൻവയൺമെന്റൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കണം, അവരുടെ ആവശ്യങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പബ്ലിസൈസ് ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം കമ്പനി ഗോൾസ്, എൻകറേജ് പേഴ്സൺസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഗോൾ സെറ്റിംഗ്. തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണം അല്ലെ. ഈ പറഞ്ഞ മാതിരി എംപ്ലോയീസിനെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഈ ഡ്യൂട്ടി ചെയ്യും നാളെ ഈ ഡ്യൂട്ടി ചെയ്യും അങ്ങനെ അവർക്ക് ഒന്നും അറിയാത്ത ഒരു രീതിയിലായിരിക്കില്ല. ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലെ, റെസ്പോൺസിബിലിറ്റികളൊക്കെ ഇതാണ്. തീർച്ചയായിട്ടും ലക്ഷ്യങ്ങൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. സോ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലാണ് എംപ്ലോയീസിന് മോട്ടിവേഷൻ കിട്ടുള്ളൂ. അതൊക്കെ എങ്ങനെയെങ്കിലും നേടണം. ഇന്ന ടൈമിനുള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന ദിവസങ്ങളിൽ എനിക്ക് ഇത്രയും ഡ്യൂട്ടികളുണ്ട്. സോ തീർച്ചയായിട്ടും അവർക്ക് അത് തിട്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ഡ്യൂട്ടിയിൽ വ്യാപകമാക്കാനായിട്ട് സാധിക്കും. എന്താണ് പബ്ലിസൈസ് ബോത്ത് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം കമ്പനീസ് ഗോൾ. ലോങ് ടൈം ആയിട്ടുള്ളതും ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോളുകളൊക്കെ പബ്ലിസൈസ് ചെയ്യണം, അതായത് എല്ലാവരും അറിയിക്കണം. എൻകറേജ് പേഴ്സണൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഗോൾ സെറ്റിംഗ്. പറഞ്ഞ ഗോൾ സെറ്റിംഗിലൊക്കെ എല്ലാവരുടെയും അല്ലെ സപ്പോർട്ടിങ് ഒക്കെ ആവശ്യമായിട്ട് വരും. തീർച്ചയായിട്ടും ലക്ഷ്യം കൈവരിക്കാനായിട്ട് അവിടെ പ്രയത്നിക്കുന്നത് ഓരോ എംപ്ലോയീസ് ആണ്. സോ അവരെ റെസ്പെക്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നെയായിരിക്കണം ഗോളുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പ്രൊമോട്ട് ഫ്രം വിത്തിൻ. ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ എ മോഡൽ ആൻഡ് സിംപ്ലിഫൈഡ് ഹയറിംഗ് പ്രൊസീജിയർ. തീർച്ചയായിട്ടും നമുക്കറിയാം ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ തന്നെ എംപ്ലോയീസിന് നമുക്ക് ഹയറിംഗ് പ്രൊസീജിയർ ഒക്കെ തീർച്ചയായിട്ടും വേക്കൻസികൾ എന്താണോ ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരണം അല്ലെ. ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെ, അവർക്ക് എന്തെങ്കിലും ഹയറിംഗ് അല്ലെ കുറച്ചും കൂടി ഒരു പ്രൊമോഷൻ സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കണം. എന്റെ പേരില്ലേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ പരിഗണിക്കേണ്ടതായിട്ട് വരില്ലേ? ഒരു പ്രൊമോഷൻ സാധ്യതയുണ്ടെങ്കിൽ
ഓക്കെ, അപ്പൊ എന്തെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന് പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പുറത്തുള്ള എംപ്ലോയീസിനെ അല്ലെ നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സ്വീകരിക്കാൻ പാടുള്ളൂ. സോ പ്രൊമോട്ട് ഫ്രം ബിഗിനിങ്, അതിന്റെ ഉള്ളിൽ തന്നെ പ്രൊമോഷൻ അനുവദിക്കുക. ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ മോഡേൺ ആൻഡ് സിംപ്ലിഫൈസ് ഹയറിംഗ് പ്രൊസീജിയർ. നമ്മള് വേക്കൻസി ഫില്ല് ചെയ്യാൻ മേല തലത്തിൽ എന്തെങ്കിലും വേക്കൻസി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതൊരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ അല്ലെ ഇവിടെ നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യൂസ് ഇൻസെന്റീവ്സ് പ്രോഗ്രാംസ്, അതും സജസ്റ്റ് ചെയ്ത് അല്ലെ, അത് നിർദ്ദേശിച്ചിരുന്നു. ഇൻസെന്റീവ്സ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, കുറച്ചും കൂടി നന്നായിട്ടൊക്കെ അല്ലെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് സമയത്തിനൊക്കെ തീർക്കുന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് ഇൻസെന്റീവ്സും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എന്താണ് ഇഫ് യു ആർ creative enough, you won't have to rely on expensive financial bonus. Okay, കുറച്ച് ബോണസ് ഒക്കെ നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ടൊക്കെ പോകുമ്പോൾ, നല്ല പ്രോഫിറ്റബിൾ ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു സീസണൽ ആയിട്ടുള്ള ടൈമുകളിലൊക്കെ അല്ലെ ഒരു ബോണസ്, ഓണം സീസണിലൊക്കെ എന്താണ് ബോണസ് ഒക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവും അല്ലെ, നമ്മുടെ സാലറിയേക്കാൾ അധികമായിട്ടുള്ള ഒരു നേട്ടമാണ് ബോണസ് ഒക്കെ. സോ അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഒക്കെ ഹാപ്പി ആവും അല്ലേ, ശരിയല്ലേ, സാറ്റിസ്ഫൈഡ് ആവൂലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം മോട്ടിവേഷൻ പല രീതിയിൽ നൽകാം. അതായത് എംപ്ലോയീസ് ഹാപ്പി ആകുക അല്ലെങ്കിൽ എംപ്ലോയീസിന് വീണ്ടും ആ സ്ഥാപനത്തിലേക്ക് വന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ട് ഏത് രീതിയിലും അവർക്ക് ഏത് രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതകൾ കൊടുക്കാം, ഇൻസെന്റീവ്സ് ബോണസ് ഒക്കെ അവൈലബിൾ ആക്കി അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തി തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അല്ലെ, അവർക്ക് ചെയ്യണം, എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുത്തത്. സോ ഈ എന്താണ് ലക്ഷ്യങ്ങൾ എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഒപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ അവരെയും കൂടി ഉൾപ്പെടുത്തി തീരുമാനങ്ങളൊക്കെ എടുക്കുക. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു മോട്ടിവേഷൻ അവരുടെ മൈൻഡിൽ ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഹ്യൂമനൈസ് ദ വർക്ക് എൻവയൺമെന്റ്. അവരെ പരിഗണിക്കുക, അവിടെയുള്ള എംപ്ലോയീസിനെ റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഉള്ള എംപ്ലോയീസിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മോട്ടിവേഷൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് വൺ വേർഡ് ആയിട്ട് നേരത്തെ ചെയ്ത മാതിരി ഇൻസെന്റീവ്സ്, പ്രൊമോഷൻ അല്ലെ, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയാൽ മതി. അവർക്ക് അല്ലെ അത്തരത്തിൽ തന്നെ അവർക്ക് മോട്ടിവേഷൻ കിട്ടും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് അപ്രോപ്രിയേറ്റഡ് ഡെഡ്ലൈൻസ്. അവർ പ്രൊജക്ട് ഷുഡ് ഹാവ് എ ഡെഡ്ലൈൻ. ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ഒരു അല്ലെ കൃത്യമായിട്ടുള്ള ഒരു സമയക്രമം ഒക്കെ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് സമയത്തിന് തീർക്കുന്ന എംപ്ലോയീസിന് എന്താണ് അവർക്ക് കുറച്ച് ഹാപ്പി ആവും. സമയത്തിന് തീർത്ത് നേരത്തെ കൂട്ടിയൊക്കെ തീർക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവർ പിന്നീട് ഏൽപ്പിക്കുന്ന ഡ്യൂട്ടികളൊക്കെ ചൂടി നേരത്തേക്ക് തീർക്കാനൊക്കെ അവർ പരിശ്രമിക്കും. സോ ഡെഡ് ലൈൻ അവിടെ മസ്റ്റ് ആയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. എന്താണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്? അതായത് ഇത്ര ടൈമിനുള്ളിൽ ടാർഗറ്റ് ഒക്കെ തീർക്കണം എന്നുള്ളത്. അതൊരു മോട്ടിവേഷൻ ഉണ്ടാവാൻ സാധ്യത കൊണ്ടാണ്. സമയത്തിന് തീർത്ത് കഴിയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. അത് മാത്രമല്ല സമയത്തിന് നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അല്ലെ ഒരു വീണ്ടും നെക്സ്റ്റ് ടാർഗറ്റുകളൊക്കെ സ്പീഡിൽ തീർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവരുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെയല്ലേ? സെക്കൻഡ് പോയിന്റും ഓക്കെയല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബി ലിബറൽ വിത്ത് പ്രൈസ്. ഓക്കെ, ക്ലാസ് കുറച്ചു നേരം കഴിഞ്ഞല്ലോ. ഓക്കെ, എനിവേ നോക്കാം. എന്താണ് ബി ലിബറൽ വിത്ത് പ്രൈസ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു എന്താണ് ഓവർ പ്രൈസ് ആൻഡ് ഈസി ടു അണ്ടർ പ്രൈസ്. അതായത് നമ്മൾ എപ്പോഴും എല്ലാവരെയും അല്ലെ സന്തോഷിപ്പിക്കണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ അവിടെ ഒരിക്കലും ഒരുപാട് ഉപയോഗത്തിൽ കൊടുക്കരുത്. അപ്പൊ നമുക്കറിയാം അല്ലെ അവർക്ക് കുറച്ച് അഹങ്കാരമൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവോ? എംപ്ലോയീസിൽ നന്നായിട്ടൊക്കെ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ എല്ലാ കാര്യങ്ങളിലും അല്ലെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ഹീറോയിസം കാണിക്കാനൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ അണ്ടർ പ്രൈസും ചെയ്യാൻ പാടില്ല അല്ലെ. അവര്
അത്യാവശ്യം നന്നായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരെയാണെങ്കിൽ അവർ മോശം കാറ്റഗറിയിലേക്ക് ഒന്നും തള്ളിവിടാനും പാടില്ല. സോ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെ അവരെയൊക്കെ സംതൃപ്തമാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എങ്കിൽ മാത്രമാണ് എല്ലാ എംപ്ലോയീസും ഒത്തൊരുമയോട് കൂടിയിട്ട് ഹാപ്പി ആയിട്ട് പോകും അല്ലെ. ഒരിക്കലും ഓവർ പ്രൈസോ അണ്ടർ പ്രൈസോ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു സ്വതന്ത്രത്തോട് കൂടിയിട്ട് എല്ലാവരോടൊക്കെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ബി കൺസിസ്റ്റന്റ് in your own work and in your relations with others. ഒരു സ്ഥിരത ഉണ്ടാവുക. സ്വന്തം വർക്കുകൾ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, നമുക്ക് വർക്കുകളൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റു വർക്കേഴ്സിന്റെ അല്ലെ, മറ്റുള്ള വർക്കേഴ്സിന്റെ ഇടയിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടോ? അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമ്മളുടെ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടോ? നമ്മുടെ ബുദ്ധിമുട്ടുകളുള്ള സമയത്തും അല്ലെ, നമുക്ക് എന്തെങ്കിലും തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹപ്രവർത്തകരും നമ്മളെ സഹായിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും നമുക്കറിയാം. ഇപ്പൊ ഓഫീസിൽ അല്ലെ ഭയങ്കര സ്ട്രഗിൾ നിറഞ്ഞ രീതിയിൽ എല്ലാവർക്കും വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം എന്താണ്, മറ്റുള്ളവരെ ഹെൽപ്പും കൂടി ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവൈലബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പേടിയൊന്നും കൂടാതെ തന്നെ ഓഫീസിലൊക്കെ വന്നു പോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ ഓൺ വർക്ക് ആൻഡ് ഇൻ യുവർ റിലേഷൻ വിത്ത് അതേഴ്സ്. എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള അവസരങ്ങൾ അവിടെ ഫേം തന്നെ അല്ലെ, കമ്പനി തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. Show your personal interest in the people who work for you. എന്താ പറയുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു താല്പര്യം അല്ലെ, അതെന്താ ഉദ്ദേശിക്കുന്നത്? റിലേഷൻസ് ആർ ഓൾവേസ് സ്മൂത്തർ ബിറ്റ്വീൻ ദോസ് who know each other on a personal basis than between people who merely want something from each other. നമുക്കറിയാം നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ എവിടെയാണ് ജോലിയിലായിരിക്കുന്നത്, ആ ജോലിയിൽ എല്ലാവരൊക്കെ ആയിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, എല്ലാവരെയും കുറിച്ചിട്ട് നമുക്കൊരു അത്യാവശ്യം നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥാപനത്തിൽ തന്നെ വന്നു പോകാനൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെ, അത് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യം എന്താണ്, എല്ലാവരായിട്ട് നല്ല ഡീലിങ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. ഈ പറഞ്ഞ മാതിരി ആരെയും അല്ലെ തരം താഴ്ത്തി കാണാനോ അല്ലെങ്കിൽ ആരെയും കുത്തിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഒന്നും അവിടെ ആ ഒരു സ്ഥാപനത്തിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം അവൈലബിൾ അല്ല. എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാവരെയും അല്ലെ കൈകാര്യം ചെയ്യുക, എല്ലാവരെയൊക്കെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള അവസരങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് വന്നു പോകാനായിട്ട് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലെ. അവിടെ വന്നു പോകുന്നതിൽ ഹാപ്പി ആയിരിക്കും. തീർച്ചയായിട്ടും അവിടെ നിന്ന് ആബ്സെന്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ പഠിച്ചു വരുന്നത് മോട്ടിവേഷൻ അല്ലേ, ഓരോ എംപ്ലോയീസിനും പല രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കാമെന്നുള്ളതാണ്. സോ പല അവസരങ്ങൾ കൊടുക്കുക അല്ലെ. വീണ്ടും പറയാണ് അഡ്മിറ്റ് മിസ്റ്റേക്ക്. കേലേ വരെയുമോ കേലേ? വീണ്ടും പറയുന്നത് അഡ്മിറ്റ് മിസ്റ്റേക്സ്. എന്താണ് അഡ്മിറ്റ് മിസ്റ്റേക്സിൽ പറയുന്നത്? People will respect you for it and will be less likely to hide their own mistakes. ഓക്കെ, ചില സ്ഥാപനങ്ങളിലൊക്കെ ചിലരൊക്കെ ഭയങ്കര ഹീറോയിസം കാണിക്കും, എന്നാൽ അവര് മിസ്റ്റേക്കുകളൊക്കെ വരുത്തി വെക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ആരുടെ മുമ്പിലും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും റയർ ആയിട്ട് ഒരു മിസ്റ്റേക്ക് വരുത്തിയതിനായിരിക്കും ഭയങ്കര പബ്ലിസിറ്റിയോട് കൂടിയിട്ട് അല്ലെ അവിടെ അനലൈസ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വർക്കേഴ്സിന്റെ ഇടയിൽ തന്നെ അവർക്ക് ഒരു മാനസികമായിട്ടുള്ള പിരിമുറൊക്കെ ഉണ്ടാവും അല്ലെ. അഡ്മിറ്റ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമ്മതിക്കുക അല്ലെ. തീർച്ചയായിട്ടും അത് സമ്മതിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അതല്ലാതെ എന്നെ കൊണ്ട് ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തില്ല എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് നമുക്കറിയാം ഹ്യൂമൻ ബീയിങ് ആണ് അല്ലെ. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയ വലിയ സ്ഥാപനങ്ങൾ ഹ്യൂമൻ റിസോഴ്സസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥാപനമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വർക്കിൽ ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരാം. അത് സ്വാഭാവികമാണ് അല്ലെ. എല്ലാവരും എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടോ? മെഷീൻ വർക്ക് ചെയ്യുന്ന മാതിരി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു എംപ്ലോയിയുടെ റിസൾട്ട് മറ്റൊരു സാഹചര്യത്തിൽ വേറെ ആയിരിക്കും അല്ലെ, വേരിയേഷൻസ് ഉണ്ടാവും. സോ തീർച്ചയായിട്ടും നമുക്കറിയാം മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കാം.
സോ അത് സമ്മതിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ റിലേഷൻഷിപ്പിന് യാതൊരു തരത്തിലുമുള്ള ഒരു ഒരു മന്ദം സംഭവിക്കില്ല. നല്ല രീതിയിൽ തന്നെ ബെറ്റർ റിലേഷൻഷിപ്പോടുകൂടിയിട്ട് എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ സാധിക്കും. വീണ്ടും നമുക്കറിയാം ഇവിടെ പറയുന്നത് ഡോണ്ട് വൈറ്റ് വാഷ് അൺപ്ലസന്റ് അസൈൻമെന്റ്സ്. അതായത് വെള്ള പുഷാതിരിക്കുക അല്ലെ, വൈറ്റ് വാഷ് അടിക്കാതിരിക്കുക. എന്താണ്? പ്രിപ്പയർ സപ്പോർട്ട് മീൻസ് ഫോർ ദം വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ഓഫർ വാട്ട് സപ്പോർട്ട് യു ക്യാൻ. നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ബോണസ് തരാം, അല്ലെങ്കിൽ സാലറി കൂട്ടി തരാം, ഇൻക്രിമെന്റ് തരാം, അല്ലെങ്കിൽ ഇങ്ങനെ പാക്കേജിനെ കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ കുറെ ഓഫറുകളൊക്കെ കൊടുത്ത് വർക്കേഴ്സിനെ കൊണ്ട് വർക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്ലെ അത് മാറ്റി കളയാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ എംപ്ലോയീസിന് പിന്നെയും ഇങ്ങനെ എന്തെങ്കിലും ഓഫർ കൊടുക്കുമ്പോൾ അവർ താല്പര്യത്തോടുകൂടി എടുക്കുവോ? ഒരു പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓഫറുകളൊക്കെ നിരസിച്ചു പോയാൽ പിന്നീടും ഓഫർ വരുമ്പോഴും എന്താണ് അവർ താല്പര്യത്തോടു കൂടിയിട്ട് അത് സ്വീകരിക്കില്ല. ശരിയല്ലേ? അവര് താല്പര്യത്തോടു കൂടിയിട്ട് സ്വീകരിക്കില്ല അല്ലെ. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മള് ആ ഒരു രീതി അല്ലെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഓഫറുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് തരാം, വാഗ്ദാനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തന്നെ നടപ്പാക്കി പോകേണ്ടതാണ്. സോ അങ്ങനെ നടപ്പാക്കി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വീണ്ടും വീണ്ടും അവരെ ഏതെങ്കിലുമൊക്കെ ടാർഗറ്റുകളൊക്കെ ഇങ്ങനെ അല്ലെ ചിലപ്പോൾ റിസ്ക് പിടിച്ച ടാർഗറ്റുകളൊക്കെ ആയിരിക്കും, അത് ഇത്ര ടൈമിനുള്ളിൽ തീർക്കണമെന്നൊക്കെ ഉള്ള പ്രത്യേക നിബന്ധനകളൊക്കെ ആയിരിക്കും. എനിവേ അതൊക്കെ അവരെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവും. കാരണം നമുക്ക് ഇന്ന രീതിയിലൊക്കെ ഓഫറുകളൊക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു സ്ട്രഗിൾ പിടിച്ച കാര്യങ്ങളാണെങ്കിലും എളുപ്പത്തിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫറുകൾ തരാം അല്ലെ, തരാൻ സാധ്യതയുണ്ട്. ആ ഒരു മോട്ടിവേഷനോട് കൂടിയിട്ട് അവർ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ പല രീതിയിൽ അവൈലബിൾ ആകാം അല്ലെ. ജസ്റ്റ് പ്രൊമോഷനോ ബോണസോ മാത്രമല്ല, തീരുമാനങ്ങൾ എടുക്കുന്നതിലും സഹപ്രവർത്തകർക്കിടയിൽ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോഴും അല്ലെ, എല്ലാ തരത്തിലും മോട്ടിവേഷൻസ് ആ ഒരു സ്ഥാപനത്തിന് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്? ആർക്കും ഒരു വേർതിരിവൊന്നും ഇല്ലാതെ അല്ലെ, എല്ലാവരിലെയും നല്ല ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയീസ് ഒക്കെ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവര് ആബ്സെന്റീസ് ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ഈ സ്ഥാപനത്തിൽ നിന്നും പോയി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നും അവർക്ക് ഉണ്ടാവില്ല. സോ ഈ സിറ്റുവേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരായിരിക്കും? മാനേജ്മെന്റ് അല്ലെ, ശരിയല്ലേ? മോട്ടിവേഷൻസ് ഏതൊക്കെ രീതിയിൽ മോട്ടിവേഷൻസ് അവൈലബിൾ ആക്കാം എന്നുള്ളത് ലിസ്റ്റ് വായിച്ചു പോവുക. മോട്ടിവേഷൻസ് വ്യത്യസ്ത രീതിയിൽ അവൈലബിൾ ആക്കാം. ഗോൾ സെറ്റിംഗിൽ അവരെ കൂടി ഉൾപ്പെടുത്തി മോട്ടിവേഷൻ ഉണ്ടാക്കാം. then അവർക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവരെ പരിഗണിക്കണം അല്ലെ, അവിടെയുള്ള നിലവിലുള്ള എംപ്ലോയീസിനെ പരിഗണിക്കണം. then തീർച്ചയായിട്ടും പറയാണ് റിയലി നോട്ട് എക്സ്പെൻസീവ് ഫിനാൻഷ്യൽ ബോണസ് ഒക്കെ അല്ലെ, അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബോണസും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഹാപ്പി ആകും. ഡെഡ് ലൈൻസ് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് അവർക്ക് മുന്നേറാനൊക്കെ ആയിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലെ. അണ്ടർ ഒരിക്കലും യാതൊരു തരത്തിലും ഓവർ പ്രൈസോ അണ്ടർ പ്രൈസോ ചെയ്യരുത്. എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വ്യാപൃതമാകാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഫ്രീഡം കൊടുക്കുക. ഓക്കെ, ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ ഓൺ വർക്ക്. സ്വന്തം വർക്കിലും ഒരു സ്ഥിരത കൈവരിക്കാനും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചും അവർക്ക് കിട്ടും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പേടി കൂടാതെ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പീപ്പിൾസ് മേർലി വാണ്ട് സംതിങ് ഫ്രം ഈച്ച് അതർ അല്ലെ. ഓരോരുത്തരിൽ നിന്നും തീർച്ചയായിട്ടും ഹ്യൂമൻ ബീയിങ് ആണ് എപ്പോഴും ഒരേപോലെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും എപ്പോഴും ഉണ്ടായിരുന്നു വരില്ല അല്ലെ. എന്തെങ്കിലുമൊക്കെ സഫറിങ്സ് ഒക്കെ വരാം. സോ എല്ലാ ടൈമിലും തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഫീലിങ്സ് ഒക്കെ മറന്നുപോയി നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അഡ്മിറ്റ് മിസ്റ്റേക്ക്, സ്വന്തം മിസ്റ്റേക്കുകളൊക്കെ സമ്മതിക്കുക. അതേപോലെ തന്നെ ഡോണ്ട് വൈറ്റ് വാഷ്, ഒരിക്കലും വെള്ളം പൂശിയുള്ള രീതികളൊന്നും അവിടെ അവലംബിക്കാതിരിക്കുക. സോ അങ്ങനെ വരുമ്പോൾ എല്ലാ എംപ്ലോയീസും മോട്ടിവേറ്റഡ് ആയിരിക്കും, വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം അവിടെ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെയാണ് അല്ലേ?
എന്തെങ്കിലും പോയിട്ടോ മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് വീണ്ടും നോക്കാം. മാനേജീരിയൽ അപ്രോച്ചസ് ഫോർ ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻ. ഇതാണ് മാനേജീരിയൽ അപ്രോച്ചസ് ഫോർ ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻ. നമുക്കറിയാം ഈ സമീപനം അല്ലെ, ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള അപ്രോച്ചുകളൊക്കെ കണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, there are several approaches that can help managers inspire workers to perform more effectively. However, two methods have been especially effective, like in pay to job performance and quality of work-life programs. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ പല അല്ലെ തിയറീസുകൾ നമ്മൾ ജസ്റ്റ് കണ്ടു. അതേപോലെ തന്നെ പല സമീപനങ്ങളെയും കണ്ടു അല്ലെ, അപ്രോച്ചസുകളെയും കണ്ടു. ഈ പറഞ്ഞ മോട്ടിവേറ്റ് എംപ്ലോയീസിനെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആക്കി എടുക്കുന്ന പല അപ്രോച്ചസുകളെയും നമ്മൾ കുറിച്ച് കണ്ടു. അതിലെ പ്രധാനമായിട്ടും അല്ലെ 2 മെത്തേഡ്സിന് കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ് എഫക്റ്റീവ് ആണെന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈക്ക് ഇൻ പേ ടു ജോബ് പെർഫോമൻസ്. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുമ്പോൾ അവരെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. ശരിയല്ലേ? ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്? എന്തെങ്കിലും സാലറിയിൽ വേരിയേഷൻസ് കൊടുക്കണം അല്ലെ, ഇൻക്രിമെന്റ് എന്തെങ്കിലും കൊടുക്കണം. എന്നാൽ മാത്രമാണ് വീണ്ടും, അല്ലെങ്കിൽ അവർ വിചാരിക്കും എന്താണ്, ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്താലും എനിക്ക് ഈ സാലറി തന്നെ കിട്ടണുള്ളൂ അല്ലെ, അപ്പൊ ഞാൻ ഇത്രയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പരിഗണന അവിടെ കൊടുക്കണം അല്ലെ. ഇൻ കേസ് വർക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ആവറേജ് വർക്ക് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള സാലറി കൊടുക്കുക. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അപ്രോച്ച് ആണ് ലിങ്കിങ് പേ ടു ജോബ് പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തൽ കൊടുക്കുമ്പോഴും അവർക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ബോണസ് കൊടുക്കുന്നു അല്ലെ, അവരിപ്പോ നന്നായിട്ട് അവർക്ക് എല്ലാവരെയും തുല്യതയോട് കൂടിയിട്ട് കണ്ടിട്ട് അല്ലെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രിപ്പ് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ബോണസ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ വർക്ക് ലൈഫ് പ്രോഗ്രാംസ് അല്ലെ, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഇത്തിരി കൂടി സാറ്റിസ്ഫാക്ഷനുള്ള ഒരു ജീവിത നിലവാരം കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവൈലബിൾ ആക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മോട്ടിവേഷൻ കിട്ടുമെന്നുള്ളതാണ്. സോ ഇവിടെ താഴേക്ക് വേണ്ടി നോക്കുകയാണ് ദ ഫോളോയിങ് സ്റ്റെപ്സ് പ്രൊമോട്ടിങ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലെ, അവർക്ക് ആന്തരികമായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് പല കാര്യങ്ങളും ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ കണ്ടുപോയ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ മോട്ടിവേഷൻസ് നമ്മൾ കണ്ടുപോയായിരുന്നു. പലതരത്തിലുള്ള ബിഹേവിയർ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊക്കെ അനലൈസ് ചെയ്തിട്ട് അല്ലെ, അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള എംപ്ലോയീസിന് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കണം എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അതേമാതിരി തന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് MBO. എന്താണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്? എവിടെയാണ് കണ്ടത്? ഏത് തിയറിയിലാണ് അത് കണ്ടത്? കണ്ടായിരുന്നില്ലേ? എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഗോൾ സെറ്റിംഗ് തിയറീസിൽ അല്ലെ, MBO മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതുപോലെ തന്നെ ജോബ് റീഡിസൈൻ, അതായത് എംപ്ലോയീസിന് ഇച്ചിരി കൂടി ഹെൽപ്ഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോ എംപ്ലോയീസിനെ വിലയിരുത്തണം. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചില എംപ്ലോയീസ് ഒക്കെയാണ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ചും കൂടി ഇൻസെന്റീവ്സ് ഒക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം ചില എംപ്ലോയീസിനെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല, അവർക്ക് ഒരുപക്ഷെ ഒരു ട്രെയിനിങ്ങിന്റെ അപര്യാപ്തത കൊണ്ടൊക്കെയാണ്. സോ അവർക്ക് ഒരു ട്രെയിനിങ് പാക്കേജുകളൊക്കെ അവൈലബിൾ ആക്കണം. കുറച്ചും കൂടി അല്ലെ അലസരായിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ചില രീതിയിൽ പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് അവരെ കൈകാര്യം ചെയ്യുന്നു അല്ലെ. അങ്ങനെ ജോബ് റീഡിസൈൻ ചെയ്യുക, ഓരോരുത്തരുടെയും ജോബിന് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് വരുത്തി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് നല്ല ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ്. ഓക്കെ, എല്ലാ എംപ്ലോയീസിനും തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഏതെങ്കിലും എംപ്ലോയീസിന് താല്പര്യം ഉണ്ടാവുമോ?
ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലെ? ഓൾട്ടർനേറ്റീവ് ആയിട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക, തീർച്ചയായിട്ടും അവര് ഹാപ്പി ആയിരിക്കും അല്ലെ? അല്ലാതെ എപ്പോഴും നമുക്കറിയാം ഇന്ന ടൈമിൽ അവർക്ക് മാത്രം ചില ഡിസ്ക്രിമിനേഷൻ ഒന്നും ഒരിക്കലും എംപ്ലോയീസിന്റെ ഇടയിൽ പാടില്ല. എല്ലാവരും ഈ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റുകളൊക്കെ അവിടെ ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള അവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു കൊടുക്കും. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. ഓക്കെ, അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെ? മാനേജ്മെന്റ് ഇപ്പൊ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും അല്ലെ, എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആക്കുമ്പോൾ അവരുടെയും കൂടി പങ്കാളിത്തം ഉറപ്പാക്കി കൊണ്ടുപോവുക. എംപ്ലോയീസിനെ മാറ്റി നിർത്തിയിട്ട് കുറെ നിയമങ്ങൾ കൊണ്ടുവരിക, കുറെ ടാർഗറ്റുകൾ കൊണ്ടുവരിക, കുറെ ലക്ഷ്യങ്ങൾ കൊണ്ടുവരിക. സോ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ എംപ്ലോയീസിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. സോ അവരെയും കൂടി ഉൾപ്പെടുത്തി അല്ലെ, അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ അനുസരിക്കാനും അല്ലെ. അപ്പൊ അവര് ഇൻ കേസ് അതൊക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഗോൾ സെറ്റിംഗ് തിയറിയില് ഒരു അല്ലെ, ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഒന്നിച്ചിരുന്ന ഡിസിഷൻ. ഇവിടെ ഇപ്പൊ ഇൻ കേസ് ഒരു തീരുമാനങ്ങൾ എടുക്കുക അല്ലെ, ഒരു നിയമങ്ങൾ കൊണ്ടുവരിക എന്നതിലെല്ലാം തന്നെ അവരെ കൂടി ഉൾപ്പെടുത്തി തീരുമാനിക്കുമ്പോൾ എന്താണ് അവർക്ക് ഉണ്ടാവുന്ന റെസ്പോൺസുകൾ കൂടി പരിഗണിക്കാൻ സാധിക്കും. ഇന്ന പ്രോബാക്സുകൾ പറയും, കാരണം നമുക്കറിയാം വർക്കേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത് അല്ലെ, സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത്. സോ അവർക്കാണ് വർക്കിംഗ് കണ്ടീഷൻസ് ഇത്രയും വേണമെന്നും അല്ലെ, ഇത്ര ടൈം അതിന് അവൈലബിൾ ആകണമെന്നും എന്നൊക്കെ കൃത്യമായിട്ട് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. സോ അവരുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് മാനേജ്മെന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് നല്ല രീതിയിൽ തന്നെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ തീർച്ചയായിട്ടും മോട്ടിവേഷൻ അല്ലെ ഒന്നുകൂടി നമുക്കറിയാം ആന്തരികമായിട്ട് അവരുടെ മൈൻഡിലേക്ക് വരണമെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മനോഭാവം അവർക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് വീണ്ടും എടുത്ത് പറയുന്നത്. ഓക്കെ, വേറല്ലേ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും പറഞ്ഞു പോകുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് എത്രയൊക്കെ ഉള്ളൂ, കുറച്ച് ഭാഗം കൂടി എടുത്ത് തീരാനുള്ളൂ. സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ആദ്യം എടുത്ത ഭാഗത്തിൽ നിന്ന് കുറച്ചും കൂടി സിമ്പിൾ അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഒരു ചെറിയ പിക്ചർ കണ്ടു. പേ ഓഫ് ഫണ്ട് ക്യാൻ ബി യൂസ്ഡ് ടു മോട്ടിവേറ്റ് എംപ്ലോയി പെർഫോമൻസ്. എംപ്ലോയിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് തന്നെ പേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ആദ്യം അവൻ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയൊക്കെ അവന് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസ് കൈകാര്യം ചെയ്യാൻ പറ്റിയുള്ളൂ. എന്നാൽ അവൻ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വന്നപ്പോൾ അവൻ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ട് അവന്റെ പെർഫോമൻസ് അല്ലെ അവന്റെ പ്രകടനം വിലയിരുത്തി കാണാൻ സാധിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി കൂട്ടി കൊടുക്കുന്നു. വീണ്ടും അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവൻ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് കൂട്ടുന്നു. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് കൊണ്ടുപോകും. പേ പ്ലാൻ ഓൾസോ മസ്റ്റ്. അവിടെ ഫസ്റ്റ് ആയിട്ടും എന്താണ് പേ വേണമെന്നുള്ളത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ. ഇനി ഇത്രയും കാര്യങ്ങൾ ഇത്രയും നാളെ വർക്ക് ചെയ്താല് അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ അവിടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു രേഖ അവിടെ ഉണ്ടായിരിക്കണം. ക്രിയേറ്റ് ദ ബിലീഫ് ദാറ്റ് ഗുഡ് പെർഫോമൻസ് ലീഡ്സ് ടു ഹയർ ലെവൽ ഓഫ് പേ. നമുക്കറിയാം ഏറ്റവും നല്ല ഗുഡ് പെർഫോമൻസ് അല്ലെ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കൊടുക്കുക. മിനിമൈസ് ദ നെഗറ്റീവ് കോൺസിക്വൻസ് ഓഫ് ഗുഡ് പെർഫോമൻസ്. ഓക്കെ, അതേമാതിരി തന്നെ അല്ലെ അവിടെ ഗുഡ് പെർഫോമൻസുകൾ ഉണ്ടായെങ്കിൽ കോൺസിക്വൻസ് അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ കുറവുമായിരിക്കും. പേയ്മെന്റ് മാത്രമല്ല അവർക്ക് നല്ലൊരു സ്ഥാനം കൂടി കിട്ടും അല്ലെ, സ്ഥാനം പൊസിഷനും കൂടി കിട്ടാൻ ചാൻസ് ഇല്ലേ. പെർഫോമൻസ് കുറയുമ്പോഴോ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള സ്ഥാനം ഒന്നും അവർക്ക് ഉണ്ടാവില്ല അല്ലെ, കുറച്ച് കുറഞ്ഞു വരും. സോ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഓരോ എംപ്ലോയീസും ആഗ്രഹിക്കുന്നത് എന്താണ്, ഞാൻ ഇച്ചിരി ബെറ്റർ ആക്കി കൊണ്ടുവരണം അല്ലെ, ജോലിയിലെ മികവ് നേടിക്കൊണ്ടുവരണമെന്നായിരിക്കും ഏതൊരു എംപ്ലോയീസും ആഗ്രഹിക്കുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും പേയ്മെന്റ് മാത്രമല്ല അവർക്ക് അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസും കൂടി അനുഭവിക്കും. ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ പേ ആൻഡ് ജോബ് പെർഫോമൻസ് ആണ് ഒരു ചെറിയ പിക്ചർ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്കറിയാല്ലേ, ക്രിയേറ്റ് ബിലീഫ് ദാറ്റ് ഗുഡ് പെർഫോമൻസ് ലീഡ് ടു ഹൈ ലെവൽസ് ഓഫ് പേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാംസും ക്വാളിറ്റി സർക്കിളും നമുക്ക് അത്രേ എടുക്കാനുള്ളൂ.
ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ് വരെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പുറത്ത് വയ്ക്കാം. കുഴപ്പമില്ലല്ലോ, ഇതുവരെ ഒക്കെ അല്ലേ? നമുക്ക് ജസ്റ്റ് അടുത്ത പോയിന്റ് നോക്കാം. നമ്മൾ ഇൻക്രിമെന്റ്, സാലറി ഇൻക്രിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ്. നല്ല ബെറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും തീർച്ചയായിട്ടും അവർക്ക് മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, പഴയ കാലഘട്ടത്തിലാണെങ്കിലാണ് നമുക്കറിയാം ബേസിക് നീഡ്സ്, നമ്മൾ നാഷണൽ കണ്ടപ്പോൾ പറഞ്ഞു ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, വസ്ത്രം അല്ലെ, ഇതിനൊക്കെ നമുക്ക് ആവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ്. ഫിനാൻഷ്യലി സൗണ്ട് പൂവർ ആയിട്ടുള്ളവർക്കൊക്കെ നമുക്കറിയാം മണിയാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ബേസിക് നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള പല ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ആഗ്രഹിക്കുന്ന എംപ്ലോയീസ് ആയിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൈഡ് ചെയ്തു കൊടുക്കുക. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് QWL is defined as an attempt to through a formal program to integrate the employees' needs and well-being with the intention of improved productivity. Okay, ഇവിടെ പറയുന്നത് എംപ്ലോയിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക അല്ലെ, ആ ഒരു ലക്ഷ്യത്തിനെ ഉന്നമിച്ചുകൊണ്ട് തന്നെ പല ഫോർമുല, ഔപചാരികമായിട്ടുള്ള പല പ്രോഗ്രാമുകൾ അല്ലെ, എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് അല്ലെ, അവരുടെ ആഗ്രഹങ്ങളോടൊപ്പം തന്നെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ. ആരുടെ ഉൽപാദനക്ഷമത? എംപ്ലോയിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഓക്കെ, എംപ്ലോയിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും, ഓർഗനൈസേഷന്റെ റിസൾട്ട് എളുപ്പത്തിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ. അവരെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ, എംപ്ലോയീസിന്റെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് ആണ് മനസ്സിലാക്കണം. ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഈസ് ഡിഫൈൻഡ് ആസ് attempt through a formal program to integrate employee needs and well-being with the intention of improved productivity, greater work participation and a higher level of job gratification. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് മനസ്സിലാക്കിയിട്ടാണ്. സോ ഹയർ ലെവൽ ഓഫ് ജോബ് ഗ്രാറ്റിഫിക്കേഷൻ, സോ അവർക്ക് തന്നെ സംതൃപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സാലറി മാത്രം ഇൻക്രിമെന്റ് ചെയ്യുന്ന കാര്യമല്ല അവിടെ പരിഗണിക്കുന്നത് അല്ലെ. മറ്റേതെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ, കേസ് PF പോലെയുള്ള ആനുകൂല്യങ്ങളോ അല്ലെ, മെഡിക്കൽ അലവൻസ് പോലെയുള്ള ആനുകൂല്യങ്ങളോ, then അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു കൊടുക്കുക, ടൂർ പാക്കേജുകൾ കൈകാര്യം ചെയ്ത് കൊടുക്കുക. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെ. അവർക്ക് ഇപ്പൊ നമുക്കറിയാം ജസ്റ്റ് മെഡിക്കൽ അലവൻസുകളൊക്കെ കിട്ടുമ്പോൾ ബേസിക് ആയിട്ടുള്ള അവരുടെ സാലറി കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാനും സാധിക്കും. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു ചെലവുകളെ വഹിക്കാനായിട്ടും അവർക്ക് സാധിക്കും. സോ ജീവിത നിലവാരം അവർക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. ശരിയല്ലേ? മെഡിക്കൽ അലവൻസ് ഒക്കെ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നത് യെസ്. PF ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് എന്തുകൊണ്ട് എംപ്ലോയീസ് താല്പര്യപ്പെടുന്നത്? മറ്റേ ടൈമില് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെ പ്രോബ്ലംസുകളൊക്കെ സിറ്റുവേഷൻസിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഓഫറുകളുണ്ട്. സോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ അവര് ആ സ്ഥാപനത്തോട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളത്. സോ സാലറി മാത്രമല്ല ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. മോണിറ്ററി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഈ സാലറി പാക്കേജ് പേ മാത്രമല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസിനെയും കൂടി കൺസിഡർ ചെയ്യും. ഓക്കെ, then വീണ്ടും ജസ്റ്റ് നെക്സ്റ്റ് പാരഗ്രാഫ് കൂടി നോക്കാം. പ്രോഗ്രാംസ് ഫോർ quality work life programs improvements range from those requiring minor changes in the organization to those requiring extensive modifications in structure.
സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ അല്ലെ എല്ലാ എംപ്ലോയീസിനും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും അനുവദിക്കില്ല, എല്ലാ പാക്കേജുകളും അവർ ഓഫർ ചെയ്യും അല്ലെ. ചില പാക്കേജുകളൊക്കെ ചില എംപ്ലോയീസിന് കുറച്ചും കൂടി മേൽത്തട്ടിലുള്ള എംപ്ലോയീസിനൊക്കെ ആയിരിക്കും ഓഫറുകൾ കൊടുക്കുന്നത്. ട്രിപ്പൊക്കെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരും കൂടിയൊക്കെ പരിഗണിക്കും. സോ നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ ഒരു അല്ലെ ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാംസുകളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അതിന്റെ ഘടനയനുസരിച്ചിട്ടുള്ള വേരിയേഷൻസും അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെയും റിക്വയർമെന്റ്സ് നമുക്കറിയാം ഫീൽഡ് വർക്ക് സ്റ്റാഫുകളുടെ റിക്വയർമെന്റ്സ് ആയിരിക്കണമെന്നില്ല മേൽത്തട്ടിലുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ. അവർക്കൊരു പക്ഷേ ഡിഗ്നിറ്റി അല്ലെ അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങൾക്കൊക്കെ ഉള്ള അവർ കൂട്ടി കിട്ടണമെന്നാണ് എങ്കിൽ നമുക്കറിയാം ഫീൽഡ് വർക്കുകൾക്കൊക്കെ സാലറി ഇൻക്രിമെന്റ് ചെയ്യണം, ബോണസ് കിട്ടണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ശരിയാണോ? വേരിയേഷൻസ് ഉണ്ടാവുമോ? അവരുടെ റിക്വയർമെന്റ്സിൽ വേരിയേഷൻസ് ഉണ്ടാവുമോ? സാധ്യതയുണ്ടോ? ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരിൽ നമുക്കറിയാം അവർക്ക് സാലറി കൂട്ടി കിട്ടുന്നതിനേക്കാളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്തണമെന്നായിരിക്കും അല്ലെ, ഒരു പൊസിഷൻ അവർക്ക് ഒരു അസിസ്റ്റന്റിനെ കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കും അവരുടെ ആഗ്രഹം. അതേസമയം ഫീൽഡ് വർക്കേഴ്സിന് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റേണ്ടതുണ്ടാവില്ല അല്ലെ. അവർക്ക് ബോണസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അല്ലെ നേടിക്കൊടുക്കാനായിട്ട് സ്ഥാപനത്തിന് സാധിക്കുന്നത്. സോ വേരിയേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അവരുടെ റിക്വയർമെന്റ്സ് ആവശ്യങ്ങളൊക്കെ വ്യത്യസ്തതയാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലേ, ചേഞ്ചസ് ഉണ്ടാവില്ലേ. സോ ആ സ്ട്രക്ചർ അനുസരിച്ചിട്ട് അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് അവിടുത്തെ ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഘടനകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിക്വയർമെന്റ്സിന് വേരിയേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതനുസരിച്ചിട്ട് വേണം എന്താണ് ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാംസുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കണ്ടു മോട്ടിവേഷൻ അല്ലെ, പല രീതിയിലും എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു, പല രീതിയിലും മോട്ടിവേഷൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു. മോസ്റ്റ്ലി എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് പേയ്മെന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും അതേമാതിരി തന്നെ വർക്ക് ലൈഫ് പ്രോഗ്രാംസ് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കൊടുക്കുക, ആ രീതിയിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ആ ഒരു ഹൈറാർക്കി അല്ലെ അവരുടെ ആ സ്റ്റാറ്റസിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള റിക്വയർമെന്റ്സ് ആവശ്യകതകൾക്ക് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ക്ലിയർ ഔട്ട് അല്ലെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ഓരോ എംപ്ലോയീസും ഓരോ കാറ്റഗറിയിലുള്ള എംപ്ലോയീസിന് എന്താണോ ആവശ്യം, സോ ആ ആവശ്യം കണ്ടെത്തിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് അത് അവർക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ലേ നമ്മള് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടത്. എംപ്ലോയീസിന്റെ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ളതാണ് ക്വാളിറ്റി സർക്കിൾ. നമുക്ക് നെക്സ്റ്റ് പേര് നോക്കാം. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകള് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ കേട്ടോ. അതായത് ക്വാളിറ്റി വർക്ക് ലൈഫ് QWL ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? QWL എന്ന് പറയുന്നത് എന്താണ്? ഫോമൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെ, അത് ഇന്റഗ്രേറ്റ് എംപ്ലോയീസ് നീഡ്സ് ആൻഡ് വെൽ ബീയിങ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി, ഗ്രേറ്റർ വർക്ക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഹയർ ലെവൽ ഓഫ് ജോബ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് എംപ്ലോയീസിന് അവിടെയുള്ള എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നീഡ്സുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ള പാക്കേജുകൾ പ്രോഗ്രാംസുകൾ സെറ്റ് ചെയ്യുന്നതാണ് എന്താണ് നമ്മൾ ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ഓഫ് ക്വാളിറ്റി വർക്ക് ലൈഫ് ഇംപ്രൂവ്മെന്റ്സ് റേഞ്ച് ഫ്രം ദോസ് റിക്വയറിംഗ് മൈനർ ചേഞ്ചസ്. ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരുടെ റിക്വയർമെന്റ്സ് ആയിരിക്കില്ല ലോവർ ലെവലിലുള്ള ജീവനക്കാരുടെ റിക്വയർമെന്റ്സ്. സോ അത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമുക്കറിയാം വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഈ എംപ്ലോയീസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഐഡിയ ഉണ്ടാവോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? വലിയ വലിയ സ്ഥാപനങ്ങളില് എംപ്ലോയീസിന്റെ മാത്രം എംപ്ലോയീസിന്റെ വർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ അല്ലെ അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനൊക്കെ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഏത് ഡിപ്പാർട്ട്മെന്റ് അത്?
HRM ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, വലിയ വലിയ സ്ഥാപനങ്ങളെ. സോ അവരാണ് ഈ എംപ്ലോയീസിന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ആർക്കൊക്കെ ഏത് കാറ്റഗറിയിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം, ആർക്കൊക്കെ അല്ലെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് എന്തൊക്കെ ഓഫറുകളാണ് കൊടുക്കേണ്ടത്. സോ അവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഈ ഓഫറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഹാർഡ് വർക്ക് ചെയ്യുമോ, ഇനി ഈ ഓഫറുകളൊന്നും കൊടുത്തില്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി നേടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ. നമുക്കറിയാം അവിടെയുള്ള ഹ്യൂമൻ ബീയിങ് അസറ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അവിടെയുള്ള ഓരോ സ്റ്റാഫുകളെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് എഫിഷ്യന്റ് ആക്കി എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞ ലീഡർഷിപ്പ് പവർ കൊടുക്കാനായിട്ട് ഏത് ആൾക്ക് സാധിക്കും അല്ലെ, എല്ലാത്തിനെയും കുറിച്ചിട്ടും ഒരു ഡിസിഷൻ എടുക്കാനുള്ള പവർ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഒക്കെ ഡിസൈഡ് ചെയ്തിട്ട് അതെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നത് HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കും ഒരു നല്ല റോളുണ്ട്. കാരണം അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇന്ന എംപ്ലോയീസിനൊക്കെ അല്ലെ HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വലിയ റോള് വരണമെന്നില്ല. പക്ഷെ കുറച്ചും കൂടി അല്ലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റില് അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടാവും. സോ ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ ആർക്കൊക്കെ ഇന്നില്ല പാക്കേജ് കൊടുക്കണം, അവരെ ഹാപ്പി ആക്കാനായിട്ട് നല്ല എഫിഷ്യന്റ് ആക്കി എടുക്കാനൊക്കെ എങ്ങനെയാണ് സാധിക്കുക. തീർച്ചയായിട്ടും അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് അവൈലബിൾ ആക്കേണ്ടത്. വേറാണോ? നമുക്ക് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അയച്ചിട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട്? താങ്ക് യു.